അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്സ് ആയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞ കളറ് ആഡ് ചെയ്യണത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഒഴിച്ചെടുക്കുക. ഇനി പഞ്ചസാര ആവശ്യത്തിന്. കുറച്ച് ഉപ്പ്. നമ്മൾ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചെടുക്കുക ആവശ്യത്തിനുള്ള. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഏകദേശമൊക്കെ മിക്സ് ചെയ്ത് റെഡി ആക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമല്ല ചേർക്കേണ്ടത്, പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. നമുക്കത് കുഴച്ച് കിട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ റെഡിയായി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെക്കണം. ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്കിത് വെക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു തുണി എടുത്തിട്ട് അതിന് മേലൊന്ന് മൂടി വെച്ചെടുക്കുക. നമ്മളിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാനുള്ളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പൊട്ടി പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ഇതേപോലെ 2 റോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒറ്റ ഷീറ്റ് മൊത്തത്തിൽ പരത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ രണ്ടാക്കിയിട്ട് നമ്മൾ പരത്താന്ന് പറഞ്ഞത്. നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശമൊക്കെ പരത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡും ടോട്ടലി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോണാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ ഒരു മൂലക്ക് നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, കോണാക്കി കട്ട് ചെയ്യുക. ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കുക.
നമുക്ക് കട്ട് ചെയ്ത് ബാക്കി വന്ന ബാലൻസ് പീസ് നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ലെവലാക്കാണ്ട് ചില ഭാഗങ്ങളൊന്നും ഒട്ടി പിടിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിൽ വെക്കാൻ പോണത് ചോക്ലേറ്റാണ്. അപ്പോൾ ചോക്ലേറ്റ് വെക്കണം എന്നില്ല, നമ്മളൊരു രസത്തിന് വേണ്ടി നമ്മൾ വെക്കണതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതേപോലെ ഓരോ സൈഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് മടക്കി കൊടുക്കണം. നമ്മളത് മടക്കി വരുമ്പോൾ ലാസ്റ്റ് എൻഡ് ഭാഗം കറക്റ്റ് സെൻട്രലായിട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ആകൃതിയിൽ കിട്ടും. ഇതേപോലെ എല്ലാ പീസും നമുക്ക് ചെയ്ത് കിട്ടണം. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ബാക്കിയുള്ള പീസുകളൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പീസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് പൊരിച്ചെടുക്കണം. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പീസ് അതിലേക്ക് വെച്ചെടുക്കാം. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം നമുക്ക്. അത് നല്ല ശ്രദ്ധിക്കണം. അത് കരിഞ്ഞ കളറാവാൻ നിൽക്കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുത്താൽ മതി. കൂടുതൽ നേരം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സാധനമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലായി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. എടുത്തിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കണം. പീസൊക്കെ പൊരിച്ചെടുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ക്രോയിസൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിൽ ചോക്ലേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.